ഹലോ ഗൈസ്, നമസ്കാരം. ദിസ് ഇസ് ആജി സ്റ്റെഫി. ഞാനിപ്പോൾ കറന്റ് ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. പ്ലസ് ഞാനൊരു പാർട്ട് ടൈം പോലെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻ റേഡിയോ ലെമൺ ലൈവ് ന്യൂസിലൻഡിൽ. അപ്പോൾ ദിസ് മൈ ഫസ്റ്റ് ഒഫീഷ്യൽ യൂട്യൂബ് പ്ലാറ്റ്ഫോം ദാറ്റ് ഐ എം യൂസിങ്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ തോന്നിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഹാഡ് റീസെൻ്റ്ലി ഗോൺ ത്രൂ ഇപ്പോഴാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത്, ഈ അടുത്താണ്. സോ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ഗോൺ ത്രൂ ആൻഡ് ലോട്ട് ഓഫ് ഇമോഷണൽ ക്ലാഷസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമ്മൾ നഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ വൺസ് അത് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹൗ സീവിയർ ഇറ്റ് ഈസ് എന്ന്. കാരണം നമ്മളല്ലാതായി പോകും. കാരണം അത്രയും സീവിയർ ആണ് നമ്മുടെ ഹോർമോണൽ അപ്പ് ആൻഡ് ഡൗൺസിൻ്റെ. നമ്മൾ ചില സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര ആംഗ്രി ആയിരിക്കും, ചില സമയത്ത് കുഞ്ഞിനെ കുറിച്ച് ഭയങ്കര കൺസേൺഡ് ആയിരിക്കും. പക്ഷെ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല പലർക്കും ഇതെന്താണെന്നോ ഇതെന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, പലരും വിചാരിക്കുന്നത് ഇത് എന്താ പറയാ, ഇത് നമ്മൾ മനഃപൂർവ്വം കാണിക്കുന്നതാണെന്ന് വരെ പലരും തെറ്റിദ്ധരിച്ചേക്കാം. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിയിൽ എസ്പെഷ്യലി ഇന്നത്തെ ന്യൂ ജനറേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ന്യൂ ജേണി പെടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ എം ഇൻ മൈ 30s. സോ ഞാൻ ഡെഫിനറ്റ്ലി ന്യൂ ജേണി പെടുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പലരും അണവെയർ ആണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്നുള്ളത്. കാരണം ആഫ്റ്റർ ഡെലിവറി എല്ലാവർക്കും വന്നോണം എന്നില്ല ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ എന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഹോർമോൺസ് എല്ലാം തിരിച്ച് നോർമൽ ആവുന്ന വരെയുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ തിങ് ആണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നൊക്കെ പറയുന്നത്. അത് മൈൽഡ് ആയിരിക്കും, മീഡിയം ആയിരിക്കും, സീവിയർ ആയിരിക്കും. ഇതിന് നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഞാൻ പറയട്ടെ, മോസ്റ്റ്ലി റിലക്റ്റന്റ് ആണ് നമ്മൾ അതിന്റെ സപ്പോർട്ട് സീക്ക് ചെയ്യാനും അതിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാനൊക്കെ നമ്മൾ മോസ്റ്റ്ലി റിലക്റ്റന്റ് ആണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തന്നെ നമുക്ക് വിചാരിച്ചു പോകും നമുക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് തന്നെ വട്ടാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, എനിക്ക് പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു മൂലയിൽ പോയിരിക്കും. സംടൈംസ് വി ആർ സോ കൺസേൺഡ് അബൌട്ട് അവർ ലിറ്റിൽ വൺ. നമ്മുടെ കൊച്ചിനെ കുറിച്ച് ഭയങ്കര വറീഡ് ആയിരിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു ലേഡിക്ക് ഒരു പ്രസവത്തിന് ശേഷം വരുന്നുണ്ടെങ്കിൽ, കാരണം എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന ഒരു ലേഡിക്ക് വരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, അവർ അത്രയും നാളെ കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവർ കോൺസ്റ്റന്റ്ലി എൻഗേജ്ഡ് ആയിരുന്നു ഒരു പർട്ടിക്കുലർ തിങ്ങിൽ. പെട്ടെന്ന് ഒരു നാൾ വീട്ടിൽ നമ്മൾ ചടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ യൂസ്ലെസ് ആയിപ്പോയോ, നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലേ, നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ലേ എന്നുള്ള ചിന്തയൊക്കെ പലർക്കും ഉണ്ടാവും. പേഴ്സണലി എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതെല്ലാവരും അറിയാം. എല്ലാവരും ആദ്യത്തെ ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞിനെ ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് അഡ്വൈസസ് കിട്ടും പല സ്ഥലങ്ങളിൽ നിന്ന്. അതായത് സയന്റിഫിക്കൽ ആയിട്ടുള്ള അഡ്വൈസസ് കൂടാതെ മറ്റു പല അഡ്വൈസസും കിട്ടും. ഇതിനൊന്നും ഒരു സയന്റിഫിക് ബേസ് ഉണ്ടാവില്ല. പൊതുവേ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്ന മോസ്റ്റ്ലി നമ്മളൊരു പ്രസവത്തിന് മുന്നേ തന്നെ നമ്മൾ മോസ്റ്റ്ലി റിസർച്ച് ചെയ്യും. നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം. അങ്ങനെ ഇല്ലാത്തവരുണ്ട് കേട്ടോ. എല്ലാവരെയും ഞാൻ ജനറലൈസ് ചെയ്ത് പറയുമല്ല. സോ ഒരുപാട് റിസർച്ചസിന് ശേഷമായിരിക്കും നമ്മൾ ആ കൊച്ചിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കരുതി വെക്കുന്നതും ആ കൊച്ചിന് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ആ ഒരു സമയത്ത് ഈ വരുന്ന അഡ്വൈസസും ഇതും തമ്മിൽ ക്ലാഷ് ആവുമ്പോൾ, ഓഫ് കോഴ്സ് നമ്മുടെ ബേബിയാണ്, പക്ഷെ നമുക്ക് മാത്രമല്ല ആ കുഞ്ഞിന് മേത്ത് സേ ഉള്ളത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെ ചുറ്റുപറ്റിയിരിക്കുന്ന നമ്മുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും ആ കുഞ്ഞിന്റെ മേലിൽ ഒരുപാട് സേ ഉണ്ട്. പലപ്പോഴും അവർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. പക്ഷെ ഇതും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ തീരുമാനങ്ങളും തമ്മിൽ ക്ലാഷ് ആവുന്നത് ഒരു ബിഗ് പ്രശ്നമാണ്. ബിഗ് പ്രശ്നം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ആ സമയത്തെ എന്താ പറയാ, നമ്മുടെ മൂഡ് സ്വിങ്സും നമ്മൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യും, അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുമെന്നൊന്നും നമ്മൾ പൊതുവെ ചിന്തിക്കാറില്ല. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഞാൻ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് എനിക്ക് തന്നെ മനസ്സിലായിരുന്നു ഐ എം ഗോയിങ് ത്രൂ ദ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഞാൻ എന്തും റിസർച്ച് ചെയ്യും. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ഡാറ്റ എടുക്കുകയൊന്നുമല്ല. ഐ വിൽ ഗോ ത്രൂ ദാറ്റ്, ഐ വിൽ ഗൂഗിൾ ഇറ്റ്. അപ്പോൾ അങ്ങനെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മോസ്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്സ് അതിൻ്റെ തകർച്ചയ്ക്ക് പോലും കാരണമാവുന്ന ഒരു മെയിൻ തിങ് ആണ് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ്. കാരണം അവരുടെ പാർട്ട്ണർ നോക്കുമ്പോൾ ഈ ഡെലിവറിക്ക് മുന്നേ ഈ സ്ത്രീ ഉണ്ടായിരുന്ന പോലെയല്ല ഈ പുള്ളിക്കാരി അതിന് ശേഷം. പുള്ളിക്കാരിയുടെ ആങ്കർ കൂടി, പുള്ളിക്കാരിയുടെ പ്രൊഡക്ടിവിറ്റി ലെസ്സായി, എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിട്ട് ആ പുള്ളിക്കാരി ഇരിക്കുന്നു. പക്ഷെ ഇതൊന്നും പേർപ്പസ്ഫുള്ളി ആരും ചെയ്യുന്നതല്ല. പക്ഷെ ഇത്
പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് പോലും പലർക്കും അറിയത്തില്ല. പല പാർട്ട്നേഴ്സ് ഇത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് ഈ ഏറ്റവും ബെസ്റ്റ് ഒരു മെത്തേഡ് ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ചുറ്റിനുമുള്ളവരെ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ അവെയർ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം അവർക്കറിയില്ല നമ്മൾ ഏത് സിറ്റുവേഷനിൽ കൂടെയാണ്, നമ്മുടെ മാനസികാവസ്ഥ എന്താണ്. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത വീട്ടുകാരും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാകുന്ന വീട്ടുകാരും ഉണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്തു. എൻ്റെ ക്ലോസ് ടു ഹാർട്ട് എന്ന് തോന്നുന്ന പല ഫ്രണ്ട്സിനോടും ഡിസ്കസ് ചെയ്തു. സോ അപ്പോഴാണ് അവർ പറയുന്നത് ദേ ഓൾസോ ഹാഡ് ഗോൺ ത്രൂ ദ സെയിം സിറ്റുവേഷൻ. അവരും ഇതേ സിറ്റുവേഷനിൽ കൂടെ തന്നെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആരും നമ്മളൊരു പ്രഗ്നൻസി ജേർണി ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ കിട്ടിയ സന്തോഷം പറയും, ആ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഫുൾഫിൽനെസ് പറയും, ഇതെല്ലാം നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിൽ നമ്മൾ ഫേസ് ചെയ്തേക്കുന്ന ഹാർഡ്ഷിപ്സോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വളരെ റെയർ ആയിട്ട് ഷെയർ ചെയ്യൂ. ആ ഷെയർ ചെയ്യുന്നതിനെ എന്തോ ഭയങ്കര മടി പോലെ ആൾക്കാർ ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നേ നമ്മൾ എപ്പോഴും ഒരു പ്രഗ്നൻസി ജേർണിയിലോട്ട് ആദ്യമായിട്ട് കടന്നു പോകുന്ന ഒരു 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 പർട്ടിക്കുലർ വിമനോട് നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇഫ് ഇറ്റ് ഈസ് വൺ ഓഫ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഓർ നിങ്ങളുടെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണ്, ഞാനിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ നാട്ടില് BB മെമ്മോറിയലാണ് നഴ്സിംഗ് പഠിച്ചത്. ഞാൻ പഠിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു ഔട്ട്ലേ ഉണ്ടാവും. ഞാൻ അത്ര അത്ര സ്പെഷ്യലൈസ്ഡ് ഒന്നുമല്ല, ഞാനിവിടെ ജനറൽ സർജറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഒരു ഔട്ട്ലേ അറിയാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഇത് വന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് എത്രത്തോളം സീരിയസ് ആണ്, എത്രത്തോളം നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു. നമ്മൾ നമ്മുടെ കൺട്രോളിൽ പോലും അല്ലാതായി പോകും ചില സമയത്ത്. പിന്നെ എസ്പെഷ്യലി അടുത്ത കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നാട് വിട്ട്, ഞാനിപ്പോൾ ന്യൂസിലാൻഡിലാണല്ലോ നിൽക്കുന്നത്. അപ്പം നമ്മുടെ പാരൻസ് ഒക്കെ ഒരുപാട് പ്രതീക്ഷയോടെ നമ്മുടെ നാട്ടിലെ മരുന്നുകളും ആയുർവേദ മരുന്നുകളും ഒക്കെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ രണ്ട് വശങ്ങളുണ്ട്. അതായത് ഇതൊക്കെ കൊണ്ടുവന്നു, പക്ഷെ ആരും ചിന്തിക്കുന്നില്ല നമ്മൾ ഇതിന് റെഡിയാണോ എന്ന്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ എണ്ണ തേച്ച് കുറേ നേരം ഒന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല ന്യൂസിലാൻഡിലൊന്നും. കാരണം തണുപ്പാണ്, ചെയ്യുന്നവരുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതൊന്നും ഫീസിബിൾ ആവില്ല. പിന്നെ ഓരോരുത്തരുടെ ബർത്ത് സ്റ്റോറി അനുസരിച്ചിരിക്കും. ചിലവര് സ്മൂത്ത് ബർത്ത് ആയിരിക്കും. ഇപ്പൊ എന്റെ കാര്യം പറയുവാണെങ്കിൽ എന്റെ ബർത്ത് അത്ര സ്മൂത്ത് ആയിരുന്നില്ല. എന്റെ ബർത്ത് നല്ല എൻ്റെ കുഞ്ഞിന്റെ ബർത്ത്. ഞാൻ ആ ഡെലിവറി സമയത്ത് എനിക്കുണ്ടായിരുന്ന 8 സെന്റിമീറ്റർ ഡയലേഷന് ശേഷം എനിക്ക് നോർമൽ ഡെലിവറി പ്രസ് ചെയ്യാൻ പറ്റാതെ ഇറ്റ് കെയിം ടു ആൻ എമർജൻസി CS. അങ്ങനെ എമർജൻസി CS-ലാണ് അത് എൻ്റെ ചെയ്തത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ടെറിബിളി വീക്കായിരുന്നു. അതിനുശേഷം അപ്പോൾ ടെറിബിളി വീക്ക് ആകുമ്പോൾ തന്നെ നമ്മൾ ജനറലി ടയേർഡ് ആയിരിക്കും. പിന്നെ ഈ 9 months എന്ന് പറയുന്നത് ഞാൻ എക്സ്ട്രീം കെയർ എടുത്തൊരു സമയമായിരുന്നു. കാരണം ഞാൻ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊന്നും അധികം കഴിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ ആദ്യം ഐ ഹാഡ് എ മിസ്കാരേജ് ബിഫോർ. സോ അതുകൊണ്ട് തന്നെ നമ്മളെന്ന് പറയുന്നത് വി ആർ റിയലി കെയർഫുൾ ഓൺ വാട്ട് വി ആർ ഈറ്റിംഗ്. പിന്നെ അതുകൂടാതെ ഐ ഹാഡ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ്. സോ ഇതൊക്കെ എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് വരുമ്പോൾ മാത്രമേ വി വിൽ ഫീൽ വാട്ട് ഇറ്റ് ഈസ്, അതെന്താന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ഇതൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെൻ കംസ് ടു അവർ പേഴ്സണൽ ലൈഫ് നമുക്ക് മനസ്സിലാവും ഹൗ ഇറ്റ് ഈസ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് വിട്ട് നമ്മുടെ മറ്റൊരു നാട്ടിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ പല തിങ്സും ക്വൈറ്റ് ഡിഫറെൻ്റ് ആണ്, ഓരോന്നും വ്യത്യാസമാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാനും പിന്നെ അപ്പോയിൻമെന്റ്സും കാര്യങ്ങളും ഇതെല്ലാം കൂടെ നമ്മുടെ ആ ഫസ്റ്റ് ബർത്ത് പീരീഡ്, ആ ബർത്ത് ചെയ്ത ഒരു ഫസ്റ്റ് 1 month എന്ന് പറയുന്നത് ടെറിബിൾ ആയിരിക്കും. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ലാച്ചിങ് പ്രോപ്പർ അല്ലായിരുന്നു. അപ്പോൾ അതിന് പ്രോപ്പർലി ബ്രസ്റ്റ് ഫീഡ് കിട്ടുന്നില്ലായിരുന്നു. സോ ഇനീഷ്യൽ ഡേയ്സിൽ ടെറിബിൾ വെയിറ്റ് ലോസ് ഉണ്ടായി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നമ്മുടെ ആ സമയത്തെ പോസ്റ്റ്മോർട്ടം ബ്ലൂസിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, നമ്മുടെ ചുറ്റുവട്ടമുള്ള കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സിൽ വരുന്നതാണ്. കാരണം ഇപ്പൊ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബർത്ത് ഉണ്ടായ ഒരാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത് നമുക്കൊരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും എല്ലാം റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ അറ്റ് ദ ബെസ്റ്റ് ലെവൽ കെയർ കൊടുക്കണം എന്നായിരിക്കും നമ്മൾ എല്ലാ അച്ഛനമ്മമാരുടെയും ഒരു ബിലീഫ് എന്ന് പറയുന്നത്. ആ ബെസ്റ്റ് ലെവൽ കെയറിന് വേണ്ടി നമ്മൾ മാക്സിമം നമ്മുടെ വശത്ത് നിന്ന് ആട്രിബ്യൂട്ടും ചെയ്യും. അങ്ങനെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ചില ചുറ്റുവട്ടം, ഇപ്പോൾ ഒരു കുഞ്ഞിന് വെയിറ്റ് ലോസ് ഉണ്ടായി, കുഞ്ഞിന് പ്രവചനാതീതമായ വെയിറ്റ് ലോസ് ഉണ്ടായി, അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമുക്കൊരു സെൽഫ് ഗിൽറ്റും സെൽഫ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം പോസ്റ്റ്മോർട്ടം ബ്ലൂസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്.
ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പുള്ളിക്കാരി പെർഫെക്റ്റ്ലി ഓക്കെ ആയിരിക്കും. ഷി മൈറ്റ് അഡ്ജസ്റ്റ് വിത്ത് ഹർ പോസ്റ്റ്മോർട്ടം പീരീഡ്. സോ ഞാൻ അതിനുശേഷം എനിക്കിങ്ങനെ കുറച്ച് സിംറ്റംസ് അല്ല, എനിക്കിങ്ങനെ കുറച്ച് ഫീലിംഗ് ഡിപ്രസ്ഡ് ഒക്കെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോട് സംസാരിച്ചു. സോ ചിലർ പറഞ്ഞ സ്റ്റോറി ഇറ്റ് വാസ് മോർ ടെറിബിൾ ദൻ മൈൻ. കാരണം അവർക്കൊക്കെ ഉണ്ടായ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് ഇതിലും ഹൊറിബിൾ ആയിരുന്നു. പോസ്റ്റ്മോർട്ടം ഉണ്ടായിട്ടുള്ള തിങ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരാള് പ്രഗ്നൻസി ജേർണി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾക്കൊപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടം, അതായത് ആഫ്റ്റർ ഡെലിവറി നമ്മുടെ റിയാലിറ്റി എന്താണെന്നും കൂടെ നമ്മളൊന്ന് ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ വാച്ച് ചെയ്ത വീഡിയോസിലും ഒന്നിലും ഇതിനെക്കുറിച്ച് വളരെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്ന ഇറ്റ് ക്യാൻ ബി ബെനിഫിഷ്യൽ ഫോർ സംബഡി എൽസ്. ആർക്കെങ്കിലും ബെനിഫിറ്റ് ആവും. കാരണം നമ്മളിപ്പോൾ ഇത് മംസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂ മദേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കൊക്കെ സിമിലർ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്ന്. നമ്മൾ ഓവർ ക്ലെൻലിനെസ് ഉണ്ടാവും നമുക്ക് ആ സമയത്ത്. കുഞ്ഞിനെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്താലേ നന്നാവുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ ഇതൊന്നും പെർമനന്റ് അല്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അതിനോടൊക്കെ യൂസ് ടു ആവും. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ റീ എൻഗേജ് ചെയ്യാൻ ട്രൈ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല, നമ്മൾ മെറ്റേണിറ്റി ലീവിലാണ്, കൊച്ചിൻ്റെ കാര്യങ്ങൾക്ക് ബിസി ആണെങ്കിൽ പോലും നമ്മളെ തന്നെ എന്റർടൈൻ ചെയ്യുന്ന എന്തെങ്കിലും ദിവസത്തെ ഒരു നേരമെങ്കിലും ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാക്സിമം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സെക്കൻഡ് ആയിട്ട് എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രഗ്നൻസിയിലൂടെ കടന്നു പോകുന്ന ആ ലേഡി മാത്രമല്ല, അവരുടെ പാർട്ട്നേഴ്സും അവരുടെ പാരൻസും എല്ലാവരും അറിഞ്ഞിരിക്കണം ഇതെന്താണ് ഈ സിറ്റുവേഷൻസ് എന്നുള്ളത്. അപ്പോൾ അവർക്കെല്ലാം പ്രത്യേകിച്ച് പഴയ ആൾക്കാർക്കൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാവരും പറയുന്ന കാര്യം പണ്ട് കാലത്തൊന്നും സ്ത്രീകൾക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് കാലങ്ങളിലും ഇതെല്ലാം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് റിയലൈസ് ചെയ്യാനോ റെക്കഗ്നൈസ് ചെയ്യാനുള്ള സമയമോ സപ്പോർട്ടോ ഒന്നും അന്ധകാലം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നൈ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്നും ആ സമയത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം അതൊന്നും റെക്കഗ്നൈസ് ചെയ്യാതെ പോയത്. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ഇതേപോലത്തെ സിറ്റുവേഷൻസിലൂടെ ഫേസ് ചെയ്ത ഒരുപാട് പേരുണ്ടായിരിക്കും. കാരണം ഒരു അസുഖങ്ങളും പെട്ടെന്ന് ഒരു കാലത്ത് പൊട്ടിമുളയ്ക്കുന്നതല്ല. ഇതെല്ലാം റിയലൈസ് ചെയ്യുമ്പോഴും റെക്കഗ്നൈസ് ചെയ്യുമ്പോഴും വരുന്നതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ പല സുഹൃത്തുക്കളിൽ കൂടെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയുവാണ്, ഇവിടുത്തെ മനുഷ്യർക്കൊക്കെ ഒരുപാട് മരുന്നുകളുണ്ടല്ലോ, ഒരുപാട് ആൻസൈറ്റിക്കുള്ള മരുന്ന്, ഡിപ്രഷനുള്ള മരുന്ന്, ഇങ്ങനെ ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും നമ്മളിത് കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതെന്താ ഇവിടെ ഉള്ളവർക്ക് കൂടുതലാണോ, അതോ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഹെൽത്തി ആയിട്ടുള്ളതുകൊണ്ടാണോ? പക്ഷെ ഞങ്ങളത് സംസാരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ നാട്ടിലും ആൾക്കാർക്ക് ഇതിലും വലിയ അസുഖങ്ങളുണ്ടായിരിക്കും. പക്ഷെ ആരും അത് മറ്റൊരാളോട് സംസാരിക്കാനോ, ആരും മറ്റൊരാളോട് എന്നാ പറയണ്ടേ, ഒരു ഡോക്ടറെ പോയി കാണാനോ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യാനോ നോക്കാറില്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ പറയുന്ന അവന് വട്ടാന്ന് പറയും, അല്ലേ? അല്ലാതെ ഒരിക്കലും അതൊരു മെഡിക്കൽ പ്രോബ്ലം ആണെന്നോ അതൊരു ചെറിയ പ്രോബ്ലം ആണെന്നോ ഒന്നും നമ്മുടെ സുഹൃത്തുക്കളെ പോലും നമ്മൾ അങ്ങനെയൊന്നും കാണാറില്ല എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെയുള്ളവർ അതിനെല്ലാം അറ്റൻഷൻ സീക്ക് ചെയ്യുന്നു, മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നു, അവർ പ്രോപ്പറായിട്ട് നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു തോന്നൽ മാത്രം കേട്ടോ. പിന്നെ നമ്മൾ പലതും സ്റ്റിഗ്മ പോലെയാണ് കാണുന്നത്, സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ട് കാണുന്ന പലതും അതൊരിക്കലും സ്റ്റിഗ്മയല്ല. ആ സ്റ്റിഗ്മ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യുവാണെങ്കിൽ എവറിത്തിങ് ഈസ് നോർമൽ. പിന്നെ ഞാൻ കടന്നുപോയത് ഞാൻ അതിൽ കൂടെ ഒക്കെ കടന്നുപോയി കേട്ടോ. സോ എനിക്കിപ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താണ് പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, ആ ഹോർമോൺ ഇമ്പാക്റ്റ് എന്താണ്. ചില സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് 2 years വരെയൊക്കെ നമ്മുടെ ഹോർമോൺസ് റെഡി ആവും. പക്ഷെ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു 3, 4, 5 months കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മുടെ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ വി മൈറ്റ് ബി ഫീലിംഗ് മച്ച് ബെറ്റർ. നമുക്ക് മച്ച് ബെറ്റർ ഫീൽ ചെയ്യും. പക്ഷെ എല്ലാവരുടെയും സിറ്റുവേഷൻസ് ഇതല്ല. അപ്പൊ എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ, അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്, അങ്ങനെ ആരെങ്കിലും പ്രഗ്നന്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് മാക്സിമം അവയർനെസ് കൊടുക്കുക. ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല, ഇങ്ങനെ ഇല്ലാത്ത സ്ത്രീകളും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. വി ആർ ഓൾ വിത്ത് യു. നിനക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാം. എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വളരെ അടുത്ത ഒരാളോട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചതാണോ, ഷെയർ ചെയ്തപ്പോൾ
പറഞ്ഞ നമുക്ക് അറ്റൻഷൻ, നമുക്ക് ഇവിടെ അതിനെല്ലാത്തിനും മെഡിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ പറഞ്ഞ ഫ്രണ്ട് ഹി ഓർ ഷീസ് എൻഡിയർലി കറക്റ്റ്. നമുക്ക് ഈ നാട്ടിൽ അതിനുള്ള ഹെൽപ്പ് എല്ലാം കിട്ടും. കാരണം നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ മിഡ് വൈഫ് വന്ന് നമ്മളെ എപ്പോഴും വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും നമുക്ക് സപ്പോർട്ട് ഉണ്ടോ, നമുക്ക് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ, ബ്ലൂസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ഫോളോ അപ്പ് ചെയ്യും. ഇവർ കുഞ്ഞിനെ വെയിറ്റും കാര്യങ്ങളും എല്ലാം ഫോളോ അപ്പ് ചെയ്യും കേട്ടോ. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മുടെ വീട്ടിൽ വന്ന് അവർ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അറിയുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പൊതുവെ മലയാളികൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരാ. എന്റെ പ്രശ്നങ്ങൾ അത് എന്റെ മാത്രം പ്രശ്നങ്ങളാ, അത് സത്യമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ മാത്രം പ്രശ്നങ്ങളാ. പക്ഷെ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യേണ്ട ഒരു സമയമുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു കാര്യം നിൽക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ നിയറസ്റ്റ് ബഡീസിനോടോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് വിശ്വാസമുള്ള ഒരാളോടോ അല്ലെങ്കിൽ ഇതുപോലത്തെ മെഡിക്കൽ പ്രൊഫഷണൽസിനോടോ നമ്മൾ തുറന്നു പറയണം. ബിക്കോസ് നമുക്കറിയില്ല അവർക്ക് നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ഓഫർ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം സൂയിസൈഡ് ചെയ്ത വരെ ചരിത്രങ്ങളുണ്ട്. കാരണം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഇമോഷണൽ ഓവർലോഡ് താങ്ങാൻ പറ്റാതെ ഞാൻ വായിച്ച കുറെ സ്റ്റോറീസ് കേട്ടതാണ്. സോ എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയുള്ള അവയർനെസ് സ്റ്റിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ 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 കുറവാണ്. എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞാണ് ഇവിടെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബേബീസിനെയൊക്കെ നോക്കാൻ തിരിച്ച് ഇവിടെ റൂറൽ ഏരിയയിലാണ്. അതിനുള്ള ഹെൽപ്പും അതിനുള്ള ഫെസിലിറ്റീസും ഹോസ്പിറ്റലിൽ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് ഇപ്പം ബേബീസിനെ നോക്കുന്നത് അവരാണ്, നഴ്സസ് ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇതിനെ പറ്റിയുള്ള അവയർനെസ് വളരെ കുറവാണ്. സോ എനിക്ക് തോന്നുന്നു അതൊന്നും കൂടെ നാട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ മലയാളികളുടെ ഇടയിൽ തന്നെ അത് കുറവാണ്. നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, എത്ര ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞാൽ പോലും അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് എനിക്ക് തോന്നുന്നു നമ്മൾ ഗെയിൻ ചെയ്യേണ്ടതാണ്. അത് നെഗ്ലക്ട് ചെയ്യേണ്ട ഒന്നല്ല. കാരണം തിരിച്ചറിയപ്പെടാതെ പോയി ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടാതെ സപ്പോർട്ടൊന്നും കിട്ടാതെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് സീവിയർ ഡിപ്രഷനിലോട്ട് പോയ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ഇടയിൽ. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളത് അവെയർ ചെയ്യുന്നതിനെ പറ്റിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുള്ള മനസ്സിലാക്കുന്നതിനെ പറ്റി ഒരു തെറ്റുമില്ലല്ലോ അല്ലെ. സോ വി ക്യാൻ ബി ബെറ്റർ പ്രിപ്പയർഡ് വിത്ത് ഇറ്റ്. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെയാണ് കടന്നു പോകുന്നത്, ഈ സിറ്റുവേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കും. എല്ലാവർക്കും ഒരേപോലത്തെ മനസ്സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് കരുതാൻ പറ്റത്തില്ല അല്ലേ. സോ ഹോപ്പ്ഫുള്ളി ഐ എം വിഷിംഗ് യു എ വെരി ഗുഡ് ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നവരെ ഗുഡ് ബൈ. പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ വീഡിയോസ് എപ്പോഴും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. പ്ലസ് എനിക്കൊരു 1 year old ബോയ് ഉണ്ട്. സോ എൻ്റെ ടോഡ്ലർ ഫുഡ് എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമാണ് എൻ്റെ ടോഡ്ലർ ഫുഡ് റെസിപ്പീസ് എല്ലാം. അപ്പം എനിക്ക് തോന്നുന്നു അത് നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നത് would be much beneficial. എല്ലാവർക്കും ബെനിഫിറ്റ് ആവട്ടെ, നമ്മുടെ കൈ മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. സോ എനിവേ, സൈനിങ് ഓഫ്. യു ആർ ലിസണിങ് ടു RJ Steffi. See you. Bye bye.